ഏപ്രിൽ 2 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: പൗളായിലെ വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ അബുന്തിയൂസ്, വിശുദ്ധ ആംഫിയാനൂസ്, വിശുദ്ധ അപ്പിയൻ, വിശുദ്ധ ബ്രോനാക്, വിശുദ്ധ ലൊനാക്കുലൂസ്, വിശുദ്ധ അഗ്നോഫ്ലെഡ. പൗളായിലെ വിശുദ്ധ ഫ്രാൻസിസ് 1416-1508 കാലഘട്ടത്തിലാണ് പൗളായിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ചിരുന്നത്. നേപ്പിൾസിന് സമീപം കലാബ്രിയായിൽ പൗള എന്ന നഗരത്തിൽ ഭക്തരും ദരിദ്രരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് 1416 ഫ്രാൻസിസ് പൂജാതനായി. മകൻ ഫ്രാൻസിസ് അസീസിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കന്മാർ അവനെ ഒരു ഫ്രാൻസിസ്കൻ സ്കൂളിലേക്കാണ് പഠിക്കാൻ അയച്ചത്. അവിടുത്തെ സന്യാസികളെക്കാൾ കൂടുതൽ പ്രായച്ചിത്തവും ഏകാന്തതയും ഈ ബാലൻ അനുഷ്ഠിച്ചിരുന്നു. പിതാവിന്റെ കൂടെ ഫ്രാൻസിസ് അസീസിയിലേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്തു. മടങ്ങി വന്ന ശേഷം സ്വഭവനത്തിൽ നിന്ന് അല്പം അകലെ ഒരു പർണശാലയിൽ ഏകാന്തതയിൽ താമസമർപ്പിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1-2 യുവാക്കൾ കൂടി ഫ്രാൻസിസിന്റെ ഭക്തമുറ സ്വീകരിച്ചു. ഒരു പലകയായിരുന്നു അദ്ദേഹത്തിന്റെ ശയ്യ, ഒരു പാറക്കല്ല് തലയണയും. ക്രമേണ അനുയായികൾ വർദ്ധിച്ചു. 1454 ഫ്രാൻസിസ് ഒരു ആശ്രമം പണിയിച്ചു. അങ്ങനെ ഏറ്റവും എളിയവരുടെ സഭ സ്ഥാപിതമായി. അക്കാലത്ത് അദ്ദേഹം വൈകുന്നേരം കുറച്ച് അപ്പവും ജലവുമാണ് ഭക്ഷിച്ചത്. വലിയ തിരുനാളുകൾക്ക് മുൻപ് 2 ദിവസത്തിലൊരിക്കലാണ് ഭക്ഷിച്ചിരുന്നത്. പുതിയ സഭയുടെ നിയമസംഹിതയിൽ പ്രായശ്ചിത്തത്തിനും പരസ്നേഹത്തിനും എളിമയ്ക്കും ഫ്രാൻസിസ് മുൻതൂക്കം നൽകി. മാംസവും മത്സ്യവും പാലുൽപ്പന്നങ്ങളും മുട്ടയും നിയമത്താൽ വിലക്കിയിരുന്നു. ഈദൃശ ഭക്ഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് 4മതൊരു വ്രതവും കൂടെ സഭാംഗങ്ങൾ എടുത്തിരുന്നു. സഭയുടെ മുദ്രാവാക്യം പരസ്നേഹമായിരുന്നു. എളിമ ഫ്രാൻസിസിന്റെ പ്രിയപ്പെട്ട പുണ്യം ആയിരുന്നതുകൊണ്ടാണ് തന്റെ സഭയ്ക്ക് ഏറ്റവും എളിയവരുടെ സഭ എന്ന പേരിട്ടത്. ഇറ്റലിയിലും സിസിലിയിലും പല ശാഖാഭവനങ്ങളും ഉണ്ടായി. ഇവ സ്ഥാപിച്ചത് തന്റെ അനുവാദം കൂടാതെയാണെന്ന് പറഞ്ഞ് നേപ്പിൾസിലെ രാജാവ് ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്യുവാൻ ഉദ്യോഗസ്ഥരെ അയച്ചു. അവർ ഫ്രാൻസിസിന്റെ എളിയ സ്ഥിതി കണ്ടിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങി. മഹാരാജാവിനെ കൊണ്ട് അറസ്റ്റ് കൽപ്പന റദ്ദു ചെയ്യിപ്പിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ മുഹമ്മദിയർ പിടിച്ചടക്കുന്നതും നേപ്പിൾസ് വിജയം വരിക്കുന്നതും ഫ്രാൻസിസ് പ്രവചിച്ച കാര്യങ്ങളാണ്. ഫ്രാൻസിലെ 11-ാം ലൂയി രാജാവ് മരണത്തെയോർത്ത് ഭയന്നിട്ട് തന്നെ ആശ്വസിപ്പിക്കുവാൻ ഫ്രാൻസിസിനെ വിളിച്ചു. മാർപ്പാപ്പയുടെ ആജ്ഞാനുസരണം ഫ്രാൻസിസ് കൊട്ടാരത്തിൽ പോയി താമസിച്ചു. രാജാവിനെ ആശ്വസിപ്പിച്ച് മരണത്തിനൊരുക്കി. ഫ്രാൻസിസ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 3 മാസം പരിപൂർണ ഏകാന്തതയിൽ മരണത്തിനൊരുങ്ങി നിത്യത്വത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞു. അവസാനം 91-ാമത്തെ വയസ്സിൽ 1508 ഏപ്രിൽ 2-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഭാഗ്യമരണം പ്രാപിച്ചു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവരെ സമസ്ത സൃഷ്ടികളും അനുസരിക്കുന്നു എന്നാണ് തന്റെ ദൈവഭക്തി വ്യാജമാണെന്ന് ആരോപിച്ചവരോട് ഫ്രാൻസിസ് പ്രതിവചിച്ചത്. പ്രായച്ചിത്തത്തോട് ചേർന്ന് നിന്ന പ്രാർത്ഥന ഫ്രാൻസിസിനെ വിശുദ്ധനാക്കി. പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ഈ ലോക ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ആ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ലഭ്യമാകുവാൻ നിരന്തരം പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും.